2019 ഡിസംബർ 31 സർക്കാരിന് മുൻപാകെ സമർപ്പിച്ച റിപ്പോർട്ടാണ്. മലയാള സിനിമ മറ്റ് സിനിമാ മേഖലകളിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാണ്. ആ സിനിമാ മേഖലയിലാണ് ഇത്രമാത്രം ഒരുപക്ഷെ ഇതിൽ പല കാര്യങ്ങളും നമുക്കൊക്കെ അറിയുന്നത് തന്നെയായിരിക്കും. പക്ഷേ ഇത് റിപ്പോർട്ടായി പുറത്തു വരികയാണ്. പലരുടെയും മൊഴികൾ നമ്പർ സഹിതം അത്തരത്തിലുള്ള മൊഴികൾ പറഞ്ഞുകൊണ്ട് ഇനി ഈ ഒഴിവാക്കിയ പേജ് കൂടി പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം ഞെട്ടിപ്പിക്കുന്നതാകും, അത് എത്രമാത്രം ഗുരുതരമാകും അല്ലേ? അക്ഷയ, മലയാള സിനിമകളിൽ ഏതെങ്കിലും സിനിമയുടെ ചിത്രീകരണ സമയത്ത് നടന്ന കാര്യങ്ങളല്ല, ഏതെങ്കിലും ഒന്നോ രണ്ടോ സെറ്റുകളിൽ നടന്ന ചൂഷണത്തിൻ്റെ കാര്യങ്ങളല്ല. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒട്ടാകെ കാലങ്ങളായി നടക്കുന്ന അധോലോകത്തെ നാണിപ്പിക്കുന്ന ചെയ്തികളുടെയും പ്രവർത്തനങ്ങളുടെയും ഒരു വെളിപ്പെടുത്തലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയേണ്ടി വരും. മാത്രമല്ല, നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഓരോ വരികളിലൂടെയും പോകുമ്പോൾ എന്തുമാത്രം ഹീനമായ കുറ്റകൃത്യങ്ങളാണ് സിനിമാ മേഖലയിൽ നടക്കുന്നുള്ളത് എന്ന് വ്യക്തമാകുന്നു. അപ്പോൾ വലിയ വലിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ചാണ് വിശദമായി ഹേമ കമ്മിറ്റി പ്രതിപാദിക്കുന്നത്. അതിൽ നിന്ന് സർക്കാരിന് എങ്ങനെ കൈയൊഴിഞ്ഞ് നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനിയുള്ള ചർച്ചയാവേണ്ടത്. കാരണം പെൺകുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് വ്യക്തമായി തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പോക്സോ കേസ് അടക്കം എടുത്ത് കേസ് ചാർജ് ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന പരാമർശങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. മാത്രമല്ല, ഈ റിപ്പോർട്ടിൽ ഏതെങ്കിലും ആരോപണങ്ങളായിട്ടല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത്. ഓരോ മൊഴിയും പറയുമ്പോഴും ഓരോ വിവരങ്ങളും പറയുമ്പോഴും അതിനെ സാധൂകരിക്കുന്ന മൊഴി ഹേമ കമ്മിറ്റിയുടെ പക്കലുണ്ട്, ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പശ്ചാത്തലത്തിലുണ്ട്. അതിനൊപ്പം തന്നെ ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് വീഡിയോ ക്ലിപ്പുകൾ, സ്ക്രീൻഷോട്ടുകൾ, ചാറ്റിങ്ങുകൾ, ഇതിൻ്റെ എല്ലാം എവിഡൻഷ്യൽ പാർട്ട് കൂടി എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായ എവിഡൻസോട് കൂടിയിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് അങ്ങനെ കുറേ ആരോപണങ്ങൾ വന്നു, അത് നമുക്ക് പരിഹരിച്ചു പോകാം എന്ന് വളരെ നിസ്സാരവൽക്കരിക്കാവുന്ന കാര്യങ്ങളല്ല ഈ റിപ്പോർട്ടിലുള്ളത്. അതിൽ കൃത്യമായി കേസെടുത്ത് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളും പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങൾ, പല വ്യക്തികൾ, വലിയ വലിയ ഗൗരവമായ നടപടികൾ സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ചലച്ചിത്ര താരം, മുതിർന്ന ഒരു ചലച്ചിത്ര താരം സിനിമാ രംഗത്തെ മാഫിയയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ആ വ്യക്തിയെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്നു. അയാൾക്ക് മറ്റു മാർഗ്ഗങ്ങളില്ലാതെ, അത്രയും വലിയ കലാകാരനാണ് അയാൾ, സീരിയൽ രംഗത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെ ആ സീരിയൽ രംഗത്ത് വന്ന ആ കലാകാരനെ ആത്മയുടെ തലപ്പത്തിരുന്ന വ്യക്തി ഇടപെട്ടുകൊണ്ട് അയാളെ സീരിയലിൽ നിന്നും പുറത്താക്കുകയാണ്. അപ്പോൾ ആത്മയുടെ പങ്കാളിത്തം കൂടി ഈ ഒരു നടപടിയിലേക്ക് വരുന്നു. അപ്പോൾ നമുക്കറിയാം, ആത്മയുടെ പ്രധാനപ്പെട്ട ചുമതല കൈകാര്യം ചെയ്യുന്ന കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ മന്ത്രിയാണ്. അപ്പോൾ ആത്മയുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു ആരോപണം കൂടി വരുമ്പോൾ കെ ബി ഗണേഷ് കുമാർ ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറല്ലേ എന്നുള്ള ചോദ്യം ഉയരും. ഇതുവരെ കെ ബി ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം വന്നിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സിനിമാ മേഖലയിൽ 15 പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണം. അവരാണത്രേ ഇതിനകത്തെ സംഹാരമൂർത്തികൾ. ആര് വളരണം, ആരെ സംഹരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ്. താരരാജാക്കന്മാരെ വിരൽ ചൂണ്ടിയാണ് ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത്. കാരണം അവർ താരങ്ങളാണ്, ആർട്ടിസ്റ്റുകളാണ്, അതേസമയം തന്നെ പ്രൊഡ്യൂസർമാരാണ്, അതേസമയം തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അതായത് സിനിമാ മേഖലയിലെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും കൈകാര്യം ചെയ്യാൻ കെൽപ്പുള്ള താരങ്ങളാണ് ഈ പവർ ഗ്രൂപ്പായി നിൽക്കുന്നത്. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറയുമ്പോൾ അവരാരൊക്കെയാണെന്ന് പൊതുസമൂഹം അറിയണ്ടേ? അവർ ആ മൂടുപടം നീക്കി അവരെ പുറത്തു കൊണ്ടുവരണ്ടേ? കാരണം സിനിമാ മേഖലയിലുള്ള മുഴുവൻ പുരുഷന്മാരും ഇപ്പോൾ സംശയനിഴലിലാണ്. അവരെല്ലാം സംശയനിഴലിൽ നിർത്താൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ആരൊക്കെയാണ് യഥാർത്ഥ കുറ്റവാളികൾ, ആരൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പായി നിന്ന് ഈ ചെയ്തികളെല്ലാം ചെയ്യുന്നത്? അവരെയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ട ബാധ്യത ഇപ്പോൾ സർക്കാരിലേക്ക് വന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇതിനകത്ത് പരാതി പറയാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ഇവരെ തടയുന്ന ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണമുള്ളത്, ഏതെങ്കിലും രീതിയിൽ മേഖലയിലെ ഒരു ഡയറക്ടറെ പറ്റിയും ഒപ്പം തന്നെ ഒരു സിനിമാറ്റോഗ്രാഫറെ പറ്റിയും പറയുന്നുണ്ട് സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന. ഇത് അടച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നതെങ്കിൽ പോലും അങ്ങനെ പറയുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ആരാണ് ഈ 15 പേര് ആരാണെന്നുള്ളത് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഒരുപാട് പേരുടെ മൊഴികളിലൊക്കെ ഇത് ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടെത്തുകയും അറിയുകയും ഒക്കെ എളുപ്പമാണ്. മാറ്റിവെച്ചിട്ടുള്ള, ഇപ്പോഴും പൂഴ്ത്തി വെച്ചിട്ടുള്ള ആ പേജുകൾ അതുണ്ടാവും എന്നുള്ള വ്യക്തം. ഞാൻ ഇതിലേക്ക് എത്താം. എസ് രാഗിൻ കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. രാഗിൻ, സിനിമ എന്ന് പറയുന്ന ഒരു ചെറിയ ഷോർട്ട് ഫിലിമിലെങ്കിലും ഒരാൾ അഭിനയിക്കുന്നു, അതിനുശേഷം അയാളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ മിന്നിത്തിളങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവരൊക്കെ താരങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ താരങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന, മിന്നിത്തിളങ്ങുന്നു നമ്മൾ പുറമോടി കണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ആ സ്ത്രീകളൊക്കെയും, ഇതുവരെയുള്ള സ്ത്രീകളൊക്കെയും കടന്നുപോയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണ്? അതായത് മൂത്രമൊഴിക്കാൻ സൗകര്യമില്ലാത്ത ലൊക്കേഷൻ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്.
തീർച്ചയായും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടക്കത്തിലെ ആദ്യ 3 വരി വായിക്കുമ്പോൾ തന്നെ എത്രത്തോളം വ്യാപ്തിയിലാണ് ഈ ചൂഷണങ്ങളൊക്കെ തന്നെ നടന്നിരിക്കുന്നത് സിനിമാ മേഖലയിൽ എന്ന് വ്യക്തമാക്കപ്പെടുന്നതാണ്. അത് ഇത്രത്തോളം ആഴത്തിൽ തന്നെ ഇത് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഇനി തുടർ നടപടികളിലേക്കാണ് പോകേണ്ടത്. കാരണം ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സ്കോപ്പുണ്ട്. അതിലൊക്കെ തന്നെ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക സർക്കാരും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധപ്പെട്ട വിഭാഗങ്ങളും എന്ന് കാത്തിരുന്ന് കാണേണ്ടതുമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2019 ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇത്രയധികം വർഷങ്ങൾ ഈ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ കോടതിയുടെ അടക്കം ഇന്ന് നമ്മൾ കോടതിയിൽ കണ്ടതാണ്. കോടതിയുടെ അടക്കം ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ കാര്യങ്ങൾ ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. ഇതിൽ